ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ആംഗിളുണ്ട്. ആകാശമൊക്കെ നല്ല നീല നിറം. ഓ അടിപൊളി ആംഗിളാട്ടോ. എവിടെ? ആ സിവിൽ സ്റ്റേഷൻ്റെ വാങ്ങാനാണല്ലേ. അടിപൊളി. ഓ നിറയെ മീനാണുള്ളത്. അത് തിലോപ്പിയാണ് കിടക്കുന്നത് അല്ലേ? ആ ഇവിടെ ഇവിടെ കറക്റ്റ്. ആ അതെ അതെ അതെ, നിറയെ തിലോപ്പിയ, നിറയെ മീൻ. അപ്പോൾ നമ്മൾ കോട്ടയുടെ വേറൊരു ഭാഗത്തെത്തി. ഇവിടെ ടിക്കറ്റ് പരിശോധകനുണ്ട് അല്ലേ? ടിക്കറ്റ് കാണിച്ചു കൊടുക്കാം. ഓക്കെ. ടിക്കറ്റ് സ്കാൻ ചെയ്യണം. ആ ഓക്കെ. ഇതിൽ ആധുനിക സംവിധാനമാണ്. ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ കയറ്റി വിടണം. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് കോട്ടയിലാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ല ഉഷാറായപ്പോഴേ ഇവിടെ മരങ്ങളൊക്കെ നല്ല പച്ചപ്പായി, ഈ നല്ല പച്ചപ്പുല്ലൊക്കെ നല്ല നല്ല ഉഷാറായി നിൽക്കണു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആ കാഴ്ചകളൊന്നും കാണാം. ആ പച്ചപ്പൊന്ന് കാണാൻ, ഇവിടെ കിടങ്ങിലെ മീനുകൾ, ആമകൾ, അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാനാണ് ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ കൂടെ ഇപ്പോൾ ശ്യാമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് പോലെ നമുക്ക് ഉള്ളിലേക്ക് വരാം. അപ്പോൾ നമ്മളൊരു കവാടത്തിലേക്കാണ്, നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മളിവിടുത്തെ പാലക്കാട് ടൗണിലാണ്. പാലക്കാട് ടൗണിൽ പാലക്കാട് കോട്ടയുടെ മുന്നിലാണ് സംരക്ഷിത സ്മാരകം. ഞാനും ശ്യാമാണുള്ളത്. ഹായ് ശ്യാം. താക്കീത്, ഇതൊക്കെ താക്കീത് കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ. സംരക്ഷിത സ്മാരകം, നിയന്ത്രണ മേഖല. ഓക്കെ, എന്തായാലും നാശങ്ങളൊക്കെ ഉണ്ടാക്കിയ 1 ലക്ഷം രൂപ പിഴ വരും. സംരക്ഷിത സ്മാരകം. നമുക്ക് ഉള്ളിലേക്ക് പോയാലോ? ഗംഭീര മരങ്ങളാണ് ശ്യാമ. ആ കാലപ്പഴക്കമായതാണോ? അതെ, നല്ല കാലപ്പഴക്കമുണ്ട്, നല്ല പച്ചപ്പാണ്. മഴയൊക്കെ തുടങ്ങിയപ്പോൾ പച്ചപ്പായി. വണ്ടി പാർക്ക് ചെയ്യാം. പാർക്കിംഗ് ഫീസ് സൈക്കിളിന് 2 രൂപയുള്ളൂ. സൈക്കിളിന് 2 രൂപയുള്ളൂ. 2 വീലർ 15, കാർ ജീപ്പ് 30, മിനി ബസ് 60, ബസ് 90. അപ്പോൾ വലിയ ബസ്സും എല്ലാ സംവിധാനമൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. അതെ അതെ. ഇവിടുന്ന് അങ്ങോട്ടുള്ള ആംഗിൾ നല്ല രസമാണല്ലേ. അതെ, ചമ്മ ടിക്കറ്റ് എടുത്ത് തരാം. ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് കൗണ്ടർ എവിടെ നോക്കാം. നോ പാർക്കിംഗ് ആണ് ഇവിടെ. നോ പാർക്കിംഗ് ഏരിയയാണ്. പാർക്കിംഗ് ഏരിയ അപ്പുറത്താണ്. നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഗ്രൗണ്ടിൽ മാലിന്യം നിക്ഷേപിക്കരുത്. അവിടെയും പാർക്കിംഗ് ഫീസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നോ പാർക്കിംഗ്. പുല്ലൊക്കെ നല്ല പച്ചാർത്ത് തന്നെ. മഴ പെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റ് നന്നായിട്ട് അറിയാനുണ്ട്. ഗേറ്റിന് മുൻപിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത്. വാട്ടിക പിന്നെന്താണ് ശിലാവാട്ടിക, യൂണിറ്റ് ഓഫ് DTPC പാലക്കാട്. അപ്പോൾ അവിടെ പാർക്കാണല്ലേ, വാടിക. ടിക്കറ്റ് കൗണ്ടറാണ്. ശ്യാമ പോയി ടിക്കറ്റ് എടുത്ത പൈസ എടുത്തിട്ടുണ്ടോ? പൈസ എടുത്തിട്ടുണ്ടല്ലേ. എത്ര ടിക്കറ്റ് ഫീസ്? എന്താണ്? ഫോർ സിറ്റിസൺ ഓഫ് ഇന്ത്യ 25 പെർ ഹെഡ്. ഇപ്പോൾ ശ്യാമ ടിക്കറ്റ് എടുക്കാൻ കയറിയിരിക്കണം. സ്കാൻ ചെയ്യൂ, പണം അടയ്ക്കൂ. നമ്മുടെ ടിക്കറ്റ് നോട്ടെ. അടിപൊളി. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണതിൽ?
എൻ്റെ വിഷയം ടൈം എന്തെങ്കിലും പറയണ്ട? ടൈം ഒന്നും പറയാനില്ല. ഓക്കെ ഓക്കെ, എന്നാൽ പോയേക്കാം. ടിക്കറ്റ് കൗണ്ടർ. പ്രവേശന സമയം പറയണ്ട കേട്ടോ, 8 AM മുതൽ 5:30 PM വരെ. ഓക്കെ, എന്താ നന്നായി. പോയേക്കാം. ഇത് ചെക്ക് പോസ്റ്റാണ്, സെക്യൂരിറ്റി റൂം. ഓ ക്ഷമ വന്നൊക്കെ കിടിലം മഴ പെയ്തിട്ട് നമ്മുടെ ഈ എന്താണ് കിടങ്ങുന്ന അറിഞ്ഞിട്ടില്ല ഏട്ടാ, അറിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളിങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. കിടങ്ങൊക്കെ ഒരു ഫുള്ളായിട്ട് നിറഞ്ഞു എന്ന എൻ്റെ ധാരണ ഉണ്ടായിരുന്നു കേട്ടോ. നിറയെ ആളുകൾ കണ്ടുപിട്ടോ. എവിടെ വരാലുണ്ടോ അവിടെ? ഇതിൻ്റെ ആമയൊക്കെ ഉണ്ട്, നിറയെ ആമ കിടക്കുന്നുണ്ട്. എവിടെ വരാല്? തിലോപ്പിയ കണ്ടില്ലല്ലോ. സൂം ചെയ്യട്ടെ. കണ്ട് തിലോപ്പിയ ഉണ്ട്, വെള്ളത്തിന് ഇത് കണ്ട് തിലോപ്പിയ ഉണ്ട്. പക്ഷേ ഇത് നിറയെ ആമ സൂപ്പറായിട്ടുണ്ട്. ആള് നട്ടുച്ചയാണ്. സമാധാനത്തെ കട കിടന്നുറങ്ങുക. ഇതാ ഗേറ്റിലേക്ക് ഉണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ASI എന്നാണ് എഴുതിയിരിക്കണേ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ആമ ഇവിടെ നിറയുണ്ട്. ഓ നിറയെ മീനാണുള്ളത്. അത് തിലോപ്പിയാണ് കിടക്കണം അല്ലേ? ഇവിടെ ഇവിടെ കറക്റ്റ്. അതെ അതെ അതെ, നിറയെ തിലോപ്പിയ, നിറയെ മീൻ, ആമ. അടിപൊളി. ഇവിടെയൊക്കെ ഉണ്ട് ആമ, നിറയുണ്ട്. ചെറിയ ആമ അവിടെ തൂണിൻ്റെ അടി ഒന്ന് നടക്കണുണ്ടോ? കുട്ടിയാ. അതെ അതെ അതെ, ശരിയാ. ഇതെവിടെ വലിയ രണ്ടാമാർ പോകണം. അതിൻ്റെ മേലിൽ കണ്ടു മീൻ പറ്റിപ്പിടിച്ച് ആമയുടെ മേത്ത് എന്തെങ്കിലും ഭക്ഷ്യാവശിഷ്ടമൊക്കെ ഉണ്ടാവും, അത് പിടിക്കാനാണ് പോകുന്നത്. മറ്റു വേംസ് നിറയെ ഉണ്ടാവും അതിൻ്റെ മേലെ. വേംസ് ആണോ? വേംസ് ഉണ്ടാവും. ഓ ഒരു തരം അട്ടാന്നൊക്കെ നമ്മുടെ നാട്ടിലെ താമസം. ആ വേംസ് നിറയെ ഉണ്ടാവും, അത് പിടിക്കാൻ വേണ്ടി മീൻ ഇവിടെ പോകും. ഓ ശരി, ഇതെന്തായാലും നല്ലൊരു കാഴ്ചയായിട്ട്. അപ്പോൾ ഗൈസ്, ഇവിടെ നിറയെ ആമയുണ്ട്, നിറയെ മീനുണ്ട്. അത് നല്ല കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതാ തിലോപ്പിയ നിറയെ കിടക്കുന്നു കേട്ടോ, അടിപൊളി. എടാ തിലോപ്പിയുടെ കുട്ടിയില്ല? കുട്ടി കാണാണ്ടോ? ഓ ഒരു ചേട്ടന് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടി പറയാം ശവനോട്. വെള്ളം കമ്മിയാ ഇത് കടലാണ്. കോട്ടയ്ക്കകത്തേക്കുള്ള പ്രവേശന കവാടം.
ഇപ്പോൾ നമ്മൾ കോട്ടയ്ക്കകത്തേക്ക് കിടക്കണം. നല്ല പച്ചപ്പാണ് ഇവിടെ. ഓ, അവിടെ നിന്ന് മയിൽ പീലി വിരിച്ചാടുന്നുണ്ട്. അടിപൊളി. എവിടെ? അവിടെ അതാ മയിൽ പീലി വിരിച്ചാടണം. അത്ര പ്രായമുള്ള മയിലല്ല, അതുകൊണ്ട് അവനധികം പീലില്ല, പക്ഷെ നല്ല ആടുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് കോട്ടയിലാണ്. പാലക്കാട് കോട്ടയിൽ ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ടേ കോട്ട നല്ല ഉഷാറായിട്ടുണ്ട്. അതായത് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റും നല്ല പച്ചപ്പുല്ലും മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പച്ചപ്പുല്ലും മരങ്ങളും പിന്നെ നമ്മുടെ കിടങ്ങിലെ വെള്ളം, അതിലെ ആമകൾ, മീൻ, അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയത്. ഞാനുണ്ട്, ശ്യാമുണ്ട്. ഓക്കെ, ഹായ് ശ്യാമേ. നമ്മളൊക്കെ ഇപ്പോൾ കണ്ടപ്പോൾ നിറയെ ഇതുണ്ടല്ലേ, ആമ. അതെ അതെ, ഓക്കെ ഓക്കെ ഓക്കെ. ഉള്ളിലേക്ക് കടന്നു നോക്കല്ലേ? ഓക്കെ. ശ്യാമ, ഇപ്പോൾ ഇവിടുത്തെ വെള്ളം നല്ല പച്ചപ്പാണ്. ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോൾ വലിയ പച്ചപ്പ് തോന്നിയില്ല, പക്ഷെ ഇവിടെ അടുത്ത് വന്നപ്പോൾ നല്ല പച്ചപ്പുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് പോവാം. വാ. നല്ല 2 സ്തൂപം. ശ്യാമ എന്തായാലും നിറയെ ഷോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ശ്യാമ, ഷോട്ടൊക്കെ 4 ഇടുമോ? ആ ശരി, പോവാം. ഇവിടെയാണ് കേട്ടോ ഗേറ്റില്ല, കൈവരിയനും ഇത് ASI, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അതാണ് ഇവിടെ തുറക്കാൻ പറ്റും, തുറന്നാൽ അങ്ങോട്ട് കടക്കാൻ പറ്റും. കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതിനെ പറ്റിയുള്ള വിശദ വിവരങ്ങളാണ്. പാലക്കാട് കോട്ടയുടെ ചരിത്രമൊക്കെ ഇവിടെ എഴുതിച്ചിട്ടുണ്ട്. പാലക്കാട് കോട്ടയുടെ ചരിത്രം മൈസൂർ സുൽത്താന്മാരുടെ അധിനിവേശവുമായി ബന്ധമുള്ളതാണ്. ഓക്കെ, താക്കീത് ഇതിൻ്റെ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് ഇത് വലിയൊരു സ്തൂപം ഉണ്ടല്ലോ. ഇതെന്താണ്, എന്താ നോക്കാം. ചെന്നൈ പോൾസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതെന്തിനുള്ള പോളായിരിക്കും? ദേശീയപതാക അല്ലേ? ഓ, അടിപൊളിയൊരു ഗംഭീര ഒരു കൊടിമരാണ് അവിടെ. ഫ്ലോറൊക്കെ നല്ല കരിങ്കല്ലിൻ്റെ, ശമടമൊക്കെ ഫ്ലോറൊക്കെ നല്ല കരിങ്കല്ലിൽ ചെത്തിയെടുത്തിരിക്കുക കേട്ടോ. ചെത്തിയ കരിങ്കല്ലിൻ്റെ ഷീറ്റാണിത്. ഇവിടെ ടാറിങ്ങാണ്. ഇവിടെ എന്താ നല്ല കരിങ്കല്ലിൻ്റെ കെട്ട്. ഇത് ചിലപ്പോൾ പഴയ സിമൻറ്റ് സുർക്കി മിശ്രിതമൊക്കെ ആയിരിക്കും. അല്ല, സുർക്കിയല്ല, കുമ്മായ സുർക്കി മിശ്രിതമോ അങ്ങനെ എന്തൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിയാവും. ഒരു അണ്ണാനായാലും ഓടി പോകുന്നുണ്ട്. നമ്മളിപ്പോൾ കോട്ടയുടെ ഉള്ളിലേക്ക് കിടക്കുന്നൊരു ഭാഗമാണിത്. ഇപ്പോഴും ആക്ച്വലി നമ്മൾ കോട്ടയുടെ പുറത്ത് തന്നെയുള്ളത് അല്ലേ? കോട്ടയുടെ അകത്തേക്ക് കയറിയിട്ടില്ല. ഇപ്പോൾ കോട്ടയുടെ മെയിൻ എൻട്രൻസ് ഇവിടെയാണ്. അടിപൊളി ഗംഭീര വാതിലാണ് കേട്ടോ. ഇവിടെ കോട്ട കൊത്തലങ്ങളൊക്കെ മുകളിൽ കാണാം. ഗംഭീര വാതിൽ, നല്ല കൊത്തുപണിയുള്ള വലിയ മരത്തിൻ്റെ വാതിലാണ്. നമുക്ക് എത്ര ഹൈറ്റ് ഉണ്ടാവും വാതിൽ? 6, 6, 3, 18, ഒരു 20 അടിയൊക്കെ ഉണ്ടാവുമോ? കട്ടില എന്താണ്? കട്ടില ഇരുമ്പിൻ്റെ അല്ല കല്ലിൻ്റെ അല്ലേ? കല്ലിൽ തീർത്ത കട്ടില എന്നൊക്കെ പറയാം. കരിങ്കല്ലിൽ തീർത്ത കട്ടില. ഇവിടെ നിങ്ങൾ വീണ്ടും കൊത്തുപണിയാണ്. നിറയെ കൊത്തുപണികളുണ്ട്. ഇവിടെയൊക്കെ കരിങ്കല്ലിൻ്റെ വലിയ ബ്ലോക്കാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നിലത്തും അതെ കരിങ്കല്ലിൻ്റെ ഷീറ്റ് അല്ലെങ്കിൽ വലിയ കരിങ്കല്ലിൻ്റെ കല്ല് തന്നെ വെച്ചിരിക്കുക.
കൊത്തിയെടുത്ത കല്ല് അല്ലേ? അതെ അതെ. എങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് പായലേ. ആ പായല്. ആ ആ ഉള്ളിലേക്ക് വാ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് പോകണം. ഷോട്ട് എടുക്ക് ആവട്ടെ. ആ ഓക്കെ. ശ്യാമ ഗംഭീര ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കോട്ടയ്ക്കകത്തുള്ള ഹനുമാൻ്റെ ക്ഷേത്രമാണ് കേട്ടോ, ഹനുമാൻ ടെമ്പിൾ. ആഞ്ജനേയ സ്വാമി ക്ഷേത്രം. നല്ല പച്ചപ്പാണ്, നല്ല പച്ചപ്പുല്ല്. അവിടെ കോട്ടയുടെ ചുമരിൽ നല്ലൊരു ശില്പമുണ്ട്, ആനയാണ് അവിടെ. നമുക്ക് ആനയുടെ നല്ല ശില്പം. ഞാൻ ഞങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, അപ്പോൾ മാലയൊക്കെ ഇട്ട് വെച്ചോണ്ടേ ശ്രദ്ധയാവുന്നതാണ്. ഇവിടെ വീണ്ടും ശില്പമുണ്ട്, അതിൽ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ കോട്ടയുടെ വേറൊരു ഭാഗത്തെത്തി. ഇവിടെ ടിക്കറ്റ് പരിശോധകനുണ്ട് അല്ലേ? ടിക്കറ്റ് കാണിച്ചു കൊടുക്കാം. ഓക്കെ. ടിക്കറ്റ് സ്കാൻ ചെയ്യണം. ഓക്കെ. ഇതിലും ആധുനിക സംവിധാനമാണ്. ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മളെ കയറ്റി വിടണം. ടിക്കറ്റ് സ്കാൻ ചെയ്ത് ഒന്ന് പഞ്ച് ചെയ്തോ ഒട്ടാക്കി തന്നിട്ടുണ്ട്. പ്രവേശന സമയം 8 AM to 5:30 PM. അടിപൊളി. വാ. ആകാശത്ത് നല്ല മഴക്കാറാണ്. ഇവിടെ നോക്കുക, നല്ല ഗംഭീര ഒരു സ്ട്രക്ചറാണ്. കണ്ടോ? ഇവിടെ മേൽക്കൂരല്ല, കരിങ്കല്ലിൻ്റെ തൂണിൻ്റെ മീതെ പിന്നെ വലിയ ബ്ലോക്കിന് വെച്ചിരിക്കുക. ഓക്കെ, നമ്മൾ കാണാൻ ഒന്ന് സാധനം ഇവിടെ ഉണ്ട് കേട്ടോ, നല്ല പച്ചപ്പ് തന്നെ. എന്നാലും ഇവിടെ പുല്ല് കുറച്ചും കൂടി വരാനുണ്ട് അല്ലേ? കുറച്ചും കൂടി പുല്ലൊക്കെ ഒന്ന് വേനലൊന്നും കഴിഞ്ഞുള്ളൂ, പുല്ലൊക്കെ ഒന്നും കൂടി റെഡിയായി വരാനുണ്ട്. ഇവിടെയൊക്കെ പഴയ മോഡൽ ബിൽഡിംഗ് കേട്ടോ, ഓട് മേഞ്ഞത്. ഇവിടെ അതെ പഴയ മോഡൽ ബിൽഡിങ് അതിൻ്റെ അടുത്തേക്ക് പോയേക്കാം. ഗംഭീര 2 മരങ്ങളാണ് ഉള്ളിൽ. വലിയൊരു ആൽമരം. താലൂക്ക് സപ്ലൈ ഓഫീസ് പാലക്കാട്. ഇപ്പോൾ കോട്ടയ്ക്കകത്ത് പണ്ട് നിരവധി ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്നു. പണ്ട് ജയിൽ ഉൾപ്പെടെ അതിനകത്തുണ്ടായിരുന്നു. പിന്നീട് ഓരോന്നോരോന്നായിട്ട് പടിപടിയായിട്ട് ഇവിടുന്ന് മാറ്റി. ബേബി ഫീഡിങ് റൂം, ടോയ്ലറ്റ്. ഓക്കെ. ചാമ അങ്ങോട്ട് പോയേക്കാം, അവിടെ നല്ല പച്ചപ്പാ. അങ്ങോട്ട് പോവാം.
ബിൽഡിങ്ങിൻ്റെ ഒക്കെ പൗരാണികത നല്ല സൂപ്പർ, നല്ല ഭംഗിയുണ്ട് ഈ ബിൽഡിങ്ങൊക്കെ. ശരിക്കൊക്കെ അത് അതുപോലെ തന്നെ സംരക്ഷിച്ച് നിർത്തേണ്ടതാണ്. ഇപ്പോൾ പെയിൻറ്റിങ് ഒക്കെ പോയി കിടക്കുകയാണ്. ഭംഗിയാക്കി നിർത്തിയാൽ സൂപ്പർ സംഗതിയായി മാറും. ഉണ്ട് അത് നല്ല നല്ല ആ ഉൾക്കരൻ്റെ ഒരു ഭംഗി, നല്ല ഭംഗിയുള്ള സ്ട്രക്ചറല്ലേ അത്, നല്ല ഭംഗിയുണ്ട്. ഓടൊക്കെ ഏത് കാലത്ത് ഓടണോ, അതിൻ്റെ ഡേറ്റൊക്കെ ആണെങ്കിൽ വായിച്ചു വെക്കാൻ പറ്റുമോ നോക്കാം. ഓ ഓടിൻ്റെ ഡേറ്റ് ഇവിടെ നിന്ന് കാണില്ല, അടിയിൽ വേറെ ടൈല് വെച്ചിട്ടുണ്ട്. ഓ നിറയെ പൂമ്പാറ്റകൾ ചെടികളിൽ വന്നിരിക്കുന്നുണ്ട്. ഓ അവിടെ നല്ല പച്ചപ്പാണ്, ആ പച്ചപ്പൊന്ന് പോയി നോക്കാം. നമുക്ക് കെട്ടിടത്തിൻ്റെ സൈഡിൽ കൂടെ പോയി നോക്കാം. ശരിക്കും ഇതിൻ്റെ പൗരാണികത, അതിൻ്റെ ഭംഗി നന്നായിട്ട് ഇവിടെ അറിയാൻ പറ്റും. പഴയകാല ഇഷ്ടികയിൽ ഉണ്ടാക്കിയതാണ്. ഇഷ്ടിക നമുക്കിവിടെ കാണാം. ജനലൊക്കെ ഗ്ലാസ്സൊക്കെ ട്രാൻസ്പെറൻറ്റ്, അപ്പുറത്തേക്ക് നല്ലതായിട്ട് കാണാൻ പറ്റിയ തരത്തിലുള്ള ഗ്ലാസ്. അത് വല്ലാണ്ട് ബിൽഡിങ് കേടുന്നുണ്ട്. കുറച്ച് സംരക്ഷണം ആവശ്യമാണ് അവിടെ. ഓടിൻ്റെ ഡേറ്റ് അറിയാൻ പറ്റുന്നതാണ്. അത് ബേസൽ മിഷൻ്റെ ഓടാണ്. ഇതിൽ ഡേറ്റ് വായിക്കാൻ പറ്റിയ ഓടൊന്നും നമുക്കിവിടെ കാണാനില്ല. അപ്പോൾ ഗൈസ് ഇതിനകത്തൊരു തപാൽ പെട്ടി വെച്ചിട്ടുണ്ട്. പാലക്കാട് കോട്ടയ്ക്കകത്ത് തപാൽ പെട്ടി. ഇപ്പോൾ താലൂക്ക് സപ്ലൈ ഓഫീസാണ് നമ്മൾ കാണുന്നത്. പാലക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസ് നമ്മുടെ പാലക്കാട് കോട്ടയ്ക്കകത്തുള്ള ബിൽഡിങ്ങിലാണ് പ്രവർത്തിക്കുന്നത്. ഇതും അടിപൊളി ഭംഗിയിലുള്ള ഒരു കെട്ടിടമാണ്. ഓ നല്ല സ്റ്റൈലായിട്ട് ഈ ഭാഗം. നേരെ ഗ്ലാസ്. ഇവിടെ നോക്കുമ്പോൾ ഡോറിൻ്റെ അപ്പുറം റൂം കഴിഞ്ഞ് അപ്പുറത്തെ ഗ്ലാസ്സിൽ കൂടെ പിന്നെ പുറവും കാണാം. ടോയ്ലറ്റ്. അപ്പോൾ ഗൈസ് നമ്മൾ കാണാൻ വന്ന സംഗതി ഇവിടുത്തെ പച്ചപ്പാണ്. ഇവിടെയൊക്കെ നന്നായിട്ട് പച്ചപ്പ് വളർന്നിട്ടുണ്ട്. മഴ പെയ്ത് നല്ല ഗംഭീര ഉഷാറായിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ശ്യാമ മരത്തിൻ്റെ മുകളിൽ നിറയെ മൈന അച്ഛണ്ടാക്കണ്. ആ അച്ഛണ്ടാക്കുന്നുണ്ട്. ഗംഭീര ആൽമരാണ് കേട്ടോ. ആ അതിൻ്റെ തറയ്ക്ക് തന്നെ 2 സെൻറ്റ് വലുപ്പമുണ്ട്. അത്രയ്ക്കും ഗംഭീര. ആ അതെ അതെ. അപ്പോൾ കേസ് നമ്മളിതിൻ്റെ മുകളിൽ കയറാൻ പോകാം കേട്ടോ. മുകളിൽ കയറി കോട്ടായിരിക്കും റൗണ്ട് അടിക്കാം. അല്ല ഗംഭീര സ്റ്റെപ്പാണ്, നേരെ കുത്തനുള്ള സ്റ്റെപ്പ് അല്ലേ. ആ അതെ, കരിങ്കല്ലിൽ തന്നെ നല്ല സ്റ്റെപ്പ്. ഇവിടെ പോവാം, ഇങ്ങോട്ട് പോയേക്കാം.
ഇവിടെ മുകളിൽ മണ്ണ് നിറച്ചിരിക്കണം. അവിടെ മണ്ണാണ്. മണ്ണ് നിറച്ചതോ ഇതോ? അതറിയില്ല. ആ അതെ, നിറയെ മണ്ണും. പക്ഷേ ആക്ച്വലി നമ്മൾ വലിയ കൺസ്ട്രക്ഷൻ്റെ മുകളിലാണ്, കരിങ്കല്ല് കെട്ടിൻ്റെ മുകളിലാണ്. ഓക്കെ, നമ്മളിതിൻ്റെ മുകളിലെത്തി. മുകളിൽ നിന്നുള്ള വ്യൂ. ഒരു ബോട്ട് കിടക്കണ്ടല്ലോ അവിടെ, പെഡൽ ബോട്ട് പോലത്തെ സംഭവം കണ്ട. ഇവിടെ കോട്ട കൊത്തളങ്ങൾ, അവിടെ കോട്ട കൊത്തളങ്ങൾ. ഇവിടെ നിന്നൊക്കെ ടൗണിൽ കൂടെ വണ്ടി പോകണതാണ്. ഓ അടിപൊളി, നല്ല പച്ചവെള്ളം, പച്ചപ്പുല്ല്, നല്ല പച്ചപ്പൂടെ. നല്ല ചെങ്കല്ലിൻ്റെ കെട്ടാണ് ഇവിടെ. നോക്കിയാൽ നല്ല ചീങ്കണ്ണിപ്പാറ തന്നെ കേട്ടോ അല്ലേ? ആ ചീങ്കണ്ണിപ്പാറ കൊണ്ടുള്ള കെട്ട് തന്നെ. ഇതിനോട് നടക്കാൻ പറ്റുമോ? പറ്റും. നല്ല ചീങ്കണ്ണിപ്പാറ കൊണ്ട് കെട്ട്. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ആംഗിളുണ്ട്. ആകാശമൊക്കെ നല്ല നീല നിറം. ഓ അടിപൊളി ആംഗിളാട്ടോ. നമ്മുടെ സിവിൽ സ്റ്റേഷൻ അടക്കം കാണും. എവിടെ? സിവിൽ സ്റ്റേഷൻ്റെ ഭാഗമാണല്ലേ? അടിപൊളി. ഇവിടെ ഇവിടെ നല്ലൊരു ആംഗിളാട്ടോ. നല്ലൊരു സൈഡ് കാണുമ്പോൾ നമ്മുടെ നല്ല പച്ചപ്പുല്ല്. അവിടെ എന്താണ് ഈ കിടങ്ങ് നല്ല പച്ചാരത്തിൽ. അവിടെ മീനെ കാണാണ്ട? ഇവിടെ നോക്കുമ്പോൾ മീനെ കാണാമല്ലോ അല്ലേ? അടിപൊളി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വന്നതേ കോട്ടയിൽ മഴ പെയ്തിട്ടുണ്ട് പച്ചപ്പൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വന്ന് നോക്കിയപ്പോൾ തുടക്കത്തിൽ അത്ര വലിയ പച്ചപ്പൊന്നും നമുക്ക് തോന്നില്ല അല്ലേ? പക്ഷേ ഇവിടെ അകത്തോട്ട് വരുമ്പോൾ അപാര പച്ചപ്പ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടറിയാം, അവിടെ നിറയെ നല്ല പച്ചപ്പുല്ലാണ്. ആ വെള്ളമൊക്കെ നല്ല പച്ച നിറത്തിലാണ്. ഓക്കെ, എന്തായാലും കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും നല്ലൊരു പച്ചപ്പ്, കുറച്ചും കൂടി കൂടുതലല്ലേ പച്ചപ്പ് കൂടി ഒരു അടിപൊളി സംഗതിയൊക്കെ ആയിട്ട് മാറും. ഓക്കെ, മഴയത്ത് ഈ കോട്ട കാണാൻ അതിൻ്റെ ആ ഒരു ഭംഗിയുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാഴ്ച കാണാൻ വന്നതാണ്. ഓക്കെ, താങ്ക് യു.